إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه وخليله وأمينه على وحيه ما ترك خيرا إلا دل الأمة عليه ولا شرا إلا حذرها منه فصلوات الله وسلامه وبركاته عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون عباد الله اتقوا الله حق تقوى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക, റബ്ബിനെ തഖ്വയോടുകൂടി ജീവിക്കുക, റബ്ബിനെ അനുസരിക്കുക, അവനെ ധിക്കരിക്കാതിരിക്കുക. അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വെറുതെ സൃഷ്ടിച്ചതല്ല, നമ്മെ സൃഷ്ടിച്ച് അവൻ വെറുതെ വിട്ടിട്ടില്ല. അം ഹസിബതും അന്നമാ ഖലഖനാകും അബഥാ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ച് വെറുതെ പടച്ചതാണെന്ന്, വൃഥാവിലാണെന്ന്? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വ്യക്തമായ ധാരണയുണ്ട്, വ്യക്തമായ യുക്തിയുണ്ട്. സഹോദരങ്ങളെ, അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പല കൽപ്പനകൾ അവന് നൽകിയിട്ടുണ്ട്, പല നിർദ്ദേശങ്ങൾ അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. പല ആരാധനകളും ഒരു മുഅ്മിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, ഈമാൻ പുൽകിയവരെ, ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫഅലുൽ ഖൈർ, നിങ്ങൾ റുകൂഉകൾ ചെയ്യുക, നിങ്ങൾ സുജൂദുകൾ ചെയ്യുക, വഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രമായി ആരാധിക്കുക. ആരാധനകൾ എന്തെല്ലാം ഉണ്ടോ അത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രമായി നിർവഹിക്കുക. വഫഅലുൽ ഖൈറ, നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നതാണ്, തീർച്ചയായിട്ടും നിങ്ങൾ വിജയം പ്രാപിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനെ സുജൂദിനെ കൊണ്ട് കൽപ്പിച്ചു. ഇല്ല, ആകാശത്തിലും ഭൂമിയിലും എന്തെല്ലാം ജീവനുള്ള വസ്തുക്കളുണ്ടോ, എന്തെല്ലാം ജന്തുക്കളുണ്ടോ, അതെല്ലാതും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സുജൂദുകൾ ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം തറ അന്ന അല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, നീ കാണുന്നില്ലേ ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതുമായ എന്തെല്ലാം ജീവനുള്ള വസ്തുക്കളുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നവരാ. വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ് വകസീറുൻ മിനൻ നാസ്, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, പർവ്വതങ്ങളാകട്ടെ, ജന്തു ജീവജാലങ്ങളാകട്ടെ, വകസീറുൻ മിനൻ നാസ്, മനുഷ്യരിലുള്ള ധാരാളം ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സുജൂദുകൾ ചെയ്യുന്നവരാണ്. വകസീറുൻ ഹഖ അലൈഹിൽ അസാബ്, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാത്തതിന്റെ കാരണത്താൽ ധിക്കരിച്ച് അഹങ്കാരം കാണിച്ച് സുജൂദിൽ നിന്ന് വിട്ടുന്ന കുഫാറുകളും മുനാഫിഖീങ്ങളും വകസീറുൻ ഹഖ അലൈഹിൽ അസാബ്, അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസാബ്, ശിക്ഷ സത്യമായി തീർന്നിരിക്കുന്നു. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ നിന്ദിച്ചുവോ, ആരെ അവൻ അപമാനിതനാക്കുന്നുവോ, ഫലാ മുക്രിം ഫമാ ലഹു മിൻ മുക്രിം, അവനെ ആദരിക്കുവാൻ, അവന് ബഹുമാനം നൽകുവാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുന്നു. അതേ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വ കർഹാ. ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതുമായ എല്ലാതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നവരാ. തൗഅൻ വ കർഹാ, സ്വന്തമായി സ്വമനസ്സോടെയോ അതല്ല. തൗഅ കർഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിച്ചതുകൊണ്ട് നിർബന്ധിതനായിക്കൊണ്ടോ എല്ലാതും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നവരാണ്. ആകാശത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹത്തരമായ ഹദീസ് അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്, ഞാൻ ദർശിക്കുന്നുണ്ട്. വഇന്നി അസ്മഉ മാ ലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കാത്ത പലതും ഞാൻ കേൾക്കുന്നുണ്ട്. അത്തതിസ്സമാ, ആകാശം അതിന്റെ ഭാരം സഹിക്കവയ്യാതെ, അതിനുള്ള ഭാരം സഹിക്കാനാവാതെ അതൊരു ശബ്ദമുണ്ടാക്കിയിരിക്കുന്നു. വഹുഖ ലഹാ അൻ തഇദ്, അതെങ്ങനെയാണ് ശബ്ദമുണ്ടാക്കാതിരിക്കുക? മാ ഫീഹാ മൗദിഉ അർബഇ അസാബിഅ ഇല്ലാ വമലകുൻ വാദിഉൻ ജബ്ഹതഹു ലില്ലാഹി സാജിദ. ആകാശത്തെ സംബന്ധിച്ചിടത്തോളം 4 വിരലുകൾ വെക്കാനുള്ള സ്ഥലം പോലും അവിടെയില്ല. അവിടെയെല്ലാം ഓരോ മലക്കുകളും തന്റെ നെറ്റിത്തടം തറയിൽ പതിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സുജൂദുകൾ ചെയ്യുന്നവരാ. യാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാകുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല തന്റെ അമ്പിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ ഖറൂ സുജ്ജദൻ വ ബുകിയ, അവരിലേക്ക് റബ്ബിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഖറൂ സുജ്ജദൻ വ ബുകിയ, കരഞ്ഞുകൊണ്ട് അവർ സുജൂദിലേക്ക് വീഴുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടും തന്റെ കഅബയെ ശുദ്ധീകരിക്കാൻ പറഞ്ഞപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഹിദ്നാ ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈല അൻ തഹിറ ബൈതി ലിത്തായിഫീന വൽ ആകിഫീന വറുക്അഇ സുജൂദ്. ഇബ്രാഹിമിൽ നിന്നും ഇസ്മായിലിൽ നിന്നും നാം കരാർ വാങ്ങിയ സന്ദർഭം, ഇഅ്തികാഫ് ഇരിക്കുന്നവർക്കും നിന്ന് നമസ്കരിക്കുന്നവർക്കും റുകൂഅകളും സുജൂദുകളും ചെയ്യുന്നവർക്കും വേണ്ടി നീ കഅബയെ ശുദ്ധീകരിക്കുക. അതേ സഹോദരങ്ങളെ, മഹത്തരമായ ഇബാദത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയുള്ള സുജൂദ്. ഇല്ല, ഒരു മുഅ്മിൻ അവന്റെ നെറ്റിത്തളം റബ്ബിന്റെ മുന്നിലല്ലാതെ കുനിക്കുകയില്ല. ഒരു ബാവയുടെ മുന്നിലോ ഒരു ബീവിയുടെ മുന്നിലോ വലിയെന്ന് അവകാശപ്പെടുന്ന ഏതൊരുവന്റെ മുന്നിലോ ഒരു കല്ലിന്റെ മുന്നിലോ മണ്ണിന്റെ മുന്നിലോ മരത്തിന്റെ മുന്നിലോ ഇല്ല, ഒരു മുഅ്മിൻ അവന്റെ തല കുനിക്കുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി നൽകേണ്ട അവന്റെ ഹക്കാണ്, അവന്റെ കടമയാണ്, അവന് നമ്മിൽ ലഭിക്കേണ്ട ബാധ്യതയാണ്. സഹോദരങ്ങളെ, നിസ്കാരമാകുന്ന നിസ്കാരത്തിൽ പ്രവർത്തനങ്ങളുണ്ട്. ഒരുവൻ നിൽക്കുന്നുണ്ട്, റുകൂഅ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, തശഹ്ഹുദിൽ ഇരിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നതിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. പല പണ്ഡിതന്മാരും പറഞ്ഞു സുജൂദാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനമെന്ന്. ഞാൻ ഈ മസാല പറഞ്ഞത് ഇത്രത്തോളം സുജൂദിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിലെ പൊതു ഖാഇദയാണ്, പൊതു തത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യത്തെ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം അവൻ ആരാധനയായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം നേട്ടങ്ങൾ അവൻ അതിലൂടെ കരസ്ഥമാക്കുവാൻ സാധിക്കും. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിരോധിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും ഷർറാണ്, അല്ലെങ്കിൽ ഷർറാണ്, തിന്മയാണ് അതിൽ അധികരിച്ചു നിൽക്കുക. ഉപകാരമുണ്ടായേക്കാം, പക്ഷെ തിന്മയാണ് അതിൽ അധികവും ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുജൂദ് ചെയ്യുന്നതിലൂടെ, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരൊറ്റ സുജൂദ് ചെയ്യുന്നതിലൂടെ ധാരാളം നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. 10 നേട്ടങ്ങളെ സംബന്ധിച്ച് ഞാൻ ഉണർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശ്രവിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒന്നാമത്തെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തനങ്ങൾ പെട്ടതാണ് സുജൂദ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുന്ന പ്രവർത്തനമാണ് സുജൂദ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന പുറത്തു നൽകും, മാപ്പാക്കി നൽകും. നാലാമത്തേത് അള്ളാഹുവിന്റെ അടുക്കലുള്ള പദവികൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് മുഖേന നമുക്ക് ഉയർത്തി നൽകും. എന്താണ് തെളിവ്? മഅദാൻ ഇബ്നു അബി ത്വൽഹ അൽ-യഅ്മുരി താബിഈയ മഹാനാണ്. അദ്ദേഹം പറയുന്നു, ലഖീദു തൗബാന മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ സഹാബിയായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിയായ തൗബാൻ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു. ഫഖുൽതു, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു,
അഖ്ബിർനി ബിഅമലിൻ അഅമലുഹു യുദ്ഖിലുനി അല്ലാഹു ബിഹിൽ ജന്ന. ഞാനൊരു പ്രവർത്തനം പ്രവർത്തിച്ചാൽ അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച്, ഒരു ആരാധനയെ സംബന്ധിച്ച് സൗബാൻ നിങ്ങൾ എനിക്ക് അറിയിച്ചു തന്നാലും. മറ്റൊരു റിവായത്തിൽ അദ്ദേഹം, അല്ലെങ്കിൽ ആ റാവിക്കുള്ള ശക്കാണ്, അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ചത് ബിഹബ്ബിൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പെട്ട ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് സൗബാൻ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും. സൗബാൻ റളിയല്ലാഹു അൻഹു 2 തവണ അദ്ദേഹം മൗനം അവലംബിച്ചു, മറുപടി നൽകിയില്ല. 3ാമത്തെ തവണയും ഈ താബിഈ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഖദ് സഅൽതു അൻ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇതേ കാര്യം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം എനിക്ക് നൽകിയ മറുപടി, അലൈക ബികസ്റത്തി സുജൂദ്, നീ ധാരാളം സുജൂദുകൾ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ധാരാളം സുജൂദുകൾ നീ നിർവഹിക്കണം. فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحط عنك بها سيئة أو خطيئة. കാരണം നീ ഒരൊറ്റ സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന നിന്റെ പദവികൾ ഉയർത്തുന്നതാണ്. അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പാപങ്ങൾ പുറത്തു നൽകുന്നതാണ്. 4 കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു. ഒന്നാമത്തേത് സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുന്ന പ്രവർത്തനമാണ്. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറെ പ്രിയപ്പെട്ട പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് സുജൂദ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന നമുക്ക് നമ്മുടെ പദവികൾ ഉയർത്തി നൽകും. നാലാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ അത് മുഖേന പൊറുക്കുന്നതാണ്. അഞ്ചാമത്തെ നേട്ടം സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വർഗീയ ജീവിതത്തിന് നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ധാരാളമായി സുജൂദുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. യുവത്വത്തിന്റെ വസന്തകാലത്ത് റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ രാത്രികൾ ചിലവഴിക്കാറുണ്ടായിരുന്നു. ഫഅതൈതുഹു ബിവദൂഇഹി വഹാജതിഹി, അല്ലാഹുവിന്റെ റസൂലിന് വുദൂ എടുക്കാൻ വേണ്ട വെള്ളവും അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ട വെള്ളവുമായി ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. ഫഖാല ലി, അദ്ദേഹം എന്നോട് പറഞ്ഞു, സൽ റബീഅ, നിനക്ക് വല്ല ആവശ്യങ്ങളുമുണ്ടോ? നീ ചോദിക്കുക. ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ വല്ല ആവശ്യങ്ങളും നിനക്കുണ്ടോ? നീ എന്നോട് ചോദിച്ചു കൊള്ളുക. ഫഖുൽതു, റബീഅ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നത്, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് സ്വർഗ്ഗത്തിൽ താങ്കളുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അവ ഗൈറ ദാലിക്, അതല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? നോക്കൂ സഹോദരങ്ങളെ, ദുനിയാവിന്റെ ആവശ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. പക്ഷെ റബീഅ മനസ്സിലാക്കി, ദുനിയാവിന്റെ ആഡംബരങ്ങളല്ല, ദുനിയാവിന്റെ ആസ്വാദനങ്ങളല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഉന്നയിച്ച ആവശ്യമെന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക അതിനുള്ള വഴി, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, ധാരാളം സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ ആ കാര്യത്തിൽ എന്നെ സഹായിക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റാതെ പോയ ജീവിതം നിങ്ങളെ വിഷമപ്പെടുത്തുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള ജീവിതം ആശിക്കാത്ത ഏതേത് മുഅ്മിനാണുള്ളത്? അത് നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ധാരാളമായി സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ആറാമത്തെ നേട്ടം സഹോദരങ്ങളെ, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ തന്റെ റബ്ബിലേക്ക് ഏറെ അടുക്കുന്ന സമയം സുജൂദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസ്ജുദ് വഖ്തരിബ്, നീ സുജൂദ് ചെയ്യുക, നിന്റെ റബ്ബിലേക്ക് അടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്, ഒരു അടിമ തന്റെ റബ്ബിനോട് ഏറെ അടുത്ത് നിൽക്കുന്ന സന്ദർഭം അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അസ്സുജൂദു ഹുവ അഅ്ളമു മാ യദ്ഹറു ഫീഹി ദുല്ലുൽ അബ്ദി ലിറബ്ബിഹി അസ്സ വജൽ, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം തന്റെ റബ്ബിലേക്കുള്ള അവന്റെ അങ്ങേയറ്റത്തെ താഴ്മ, അവന്റെ അങ്ങേയറ്റത്തെ വിനയം അത് പ്രകടമാകുന്ന സന്ദർഭമാണ്, സമയമാണ് ഒരുവൻ സുജൂദിൽ കിടക്കുന്ന സന്ദർഭം. എങ്ങനെയാണത്? ഹൈസു ജഅലൽ അബ്ദു അഷ്റഫ മാ ലഹു മിനൽ അഅദാഇ വഅസ്സഹ അലൈഹി വഅലാഹ ഹഖീഖതൻ ഔദഅ മാ യുംകിനുഹു, അവന്റെ ശരീരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അവന്റെ അവയവം, അവന്റെ ശരീരത്തിൽ അവൻ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന അവയവം മുഖമാണ്, നെറ്റിയാണ്. അതവൻ കൊണ്ട് പതിപ്പിക്കുന്ന എവിടെയാ? എത്രത്തോളം താഴെ അവന് വെക്കാൻ പറ്റും അവിടെയാണ്, നടക്കുന്ന സ്ഥലത്താണ്, തറയിലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫയദഉഹു ഫി തുറാബ്, അവനങ്ങ് അത് തറയിലേക്ക് പതിപ്പിക്കുന്നു. വയത്ബഉ ദാലിക ഇൻകിസാറുൽ ഖൽബി വതവാദുഉഹു വഖുശൂഉഹു ലില്ലാഹി അസ്സ വജൽ,
അവനങ്ങനെ അവന്റെ ശരീരത്തെ താഴയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഭൗതികമായിട്ട് അവന്റെ ശരീരത്തെ കൊണ്ടുപോകുമ്പോൾ ആത്മീയമായി അവന്റെ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള വിനയത്താൽ താഴുകയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയുള്ള ഖുശൂഇനാൽ താഴുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലിഹാദാ കാന ജസാഉൽ മുഅ്മിനി ഇദാ ഫഅല ദാലിക അൻ യുഖർരിബഹു അല്ലാഹു അസ്സ വജല്ല ഇലൈഹി. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ അവനിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയമായി സുജൂദിനെ മാറ്റിയത്. സഹോദരങ്ങളെ, നാം നിസ്കരിക്കുമ്പോൾ ഇത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇഅ്തിദാലിൽ നിന്ന് നമ്മുടെ നെറ്റി താഴിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശരിയാണ്, ഭൗതികമായി നാം അടുക്കുന്ന തറയോടാണ്. പക്ഷെ ആത്മീയമായി നമ്മുടെ മനസ്സടക്കേണ്ടത്, അടുക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. ഇത് ആലോചിച്ച് നിസ്കരിക്കുന്ന ഒരു മുഅ്മിന്റെ നിസ്കാരം അതെത്രത്തോളം ആസ്വാദ്യകരമായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സുജൂദുകൾ ചെയ്യുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖത്ത് അതിന്റെ അടയാളം കാണുവാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നരകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ എല്ലാതും നരകം കരിച്ചു കളയും, ഇല്ല അസറ സുജൂദ്, സുജൂദിന്റെ അടയാളം മാത്രം അത് ബാക്കിയാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടയാളത്തെ കണ്ടാണ് അവനെ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നും മറ്റു ചില ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എട്ടാമത്തെ നേട്ടം സഹോദരങ്ങളെ, നാം ഒരു സുജൂദ് ചെയ്യുന്നതിലൂടെ ശൈത്താനിനെ അലോസരപ്പെടുത്തുകയാണ്, ശൈത്താനിന് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖറഅ ഇബ്നു ആദമ സജദത ഫസജദ. ആദമിന്റെ സന്തതി ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ സജദ സൂറത്ത് ഓതിയിട്ട് അതല്ലെങ്കിൽ മറ്റുള്ള സൂറത്ത് ഓതിയിട്ട് സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഇഅ്തസല ശൈത്താനു യബ്കി, ശൈത്താൻ കരഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് വിട്ടു നിൽക്കും. വയഖൂൽ, എന്നിട്ട് അവൻ പറയും, യാ വൈലാ, എന്റെ നാശമേ, ഉമിറ ഇബ്നു ആദമ ബിസ്സുജൂദി ഫസജദ ഫലഹുൽ ജന്ന. ആദമിന്റെ സന്തതി, ആദമിന്റെ പുത്രൻ അവൻ സുജൂദിനെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. ഫസജദ, അവനങ്ങനെ സുജൂദ് ചെയ്യുന്നു. ഫലഹുൽ ജന്ന, അവന് സ്വർഗമാണുള്ളത്. ഉമിർതു ബിസ്സുജൂദ്, ഞാനാകട്ടെ എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദിനെ കൊണ്ട് കൽപ്പിച്ചിരുന്നു. ഫഅബൈതു, ഞാനത് അനുസരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ചു. വലിയന്നാർ, എനിക്ക് നരകമാണല്ലോ ഉള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ശൈത്താനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഒരൊറ്റ സുജൂദിന്റെ പേരിലാണ്. എങ്കിൽ ദിനേന ഫർദായ സുജൂദുകൾ പോലും നാം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര ഭയാനകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. പത്താമത്തെ സഹോദരങ്ങളെ, നാം അനുഭവിക്കുന്ന മനപ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, ഇതിൽ നിന്നെല്ലാമുള്ള പോംവഴിയാണ്, ചികിത്സയാണ് സുജൂദ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ റസൂലിനോട് പറഞ്ഞില്ലേ, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. അല്ലാഹുവിന്റെ റസൂലേ, നാം അറിയുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുക, അല്ലാഹുവിന്റെ റസൂലേ, നാം അറിയുന്നുണ്ട് അവർ താങ്കളെ കുറ്റപ്പെടുത്തുന്ന കാരണം, അവർ പരിഹസിക്കുന്നത് കാരണം, അവരുടെ കളിയാക്കലുകൾ താങ്കളുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് നാം അറിയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രതിവിധി എന്താ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നീ നിന്റെ റബ്ബിനെ പ്രകീർത്തിക്കുക, തസ്ബീഹുകൾ ചൊല്ലുക. വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീയാവുക. ധാരാളം നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി തസ്ബീഹുകൾ ചെയ്യുക എന്നുള്ളത് മനസ്സിന് വിശാലത ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് നമ്മുടെ ക്ലേശങ്ങളും മനപ്രയാസങ്ങളും അവൻ ദൂരീകരിച്ച് നൽകും. ഈ വക കാര്യങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് ഓരോ സുജൂദ് നിർവഹിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. أقول ما تسمعون واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين فاتقوا الله عباد الله. സഹോദരങ്ങളെ, സുജൂദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ഫർളായ സുജൂദുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കി നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരത്തിലെ സുജൂദുകളാണ്. നോക്കൂ, ഒരു മുഅ്മിൻ അവനൊരൊറ്റ സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ നേട്ടങ്ങൾ അവൻ നൽകുന്നുണ്ടെങ്കിൽ ഫർളായ സുജൂദ് ഒരുവൻ ഒഴിവാക്കുമ്പോൾ
അവന് ഈ നേട്ടങ്ങൾ നേടാൻ സാധിക്കുന്നില്ല എന്നത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ശിക്ഷ കൂടി നൽകുകയാണ്. റബ്ബിന്റെ ദീനിന്റെ നെടുന്തൂൺ നിസ്കാരമാണ്, ഫർളായ നിസ്കാരങ്ങളാണ്. അതിൽ നാം അലംഭാവം കാണിക്കുവാൻ പാടുള്ളതല്ല. ആ ഫർളുകളുടെ കാര്യത്തിലാണ് നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇഖാമത്തു സ്വലാഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫർളായ നിസ്കാരങ്ങൾ അതാത് സമയത്ത് പുരുഷന്മാരുടെ കൂടെ മസ്ജിദിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നീട് സഹോദരങ്ങളെ, പിന്നീടാണ് സുന്നത്തായ സുജൂദുകൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നതുവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സുജൂദുകൾ, ധാരാളം നിസ്കാരങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതെല്ലാം ജീവിതത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതെല്ലാം നിർവഹിക്കാൻ സാധിക്കണം. ഫർളുകളെ സംബന്ധിച്ച് അത് നാം എന്തായാലും ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ നിർവാഹമില്ല. എന്നാൽ സുന്നത്തുകളെ സംബന്ധിച്ചിടത്തോളം അതൊരുവൻ അള്ളാഹുവിനോടുള്ള ഹുബ്ബിന് പുറമെ വരുന്നതാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള സ്നേഹത്തിന് പുറമെ വരുന്നതാണ്. ആ സുന്നത്തുകൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നിസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ, ബൈന കുല്ലി അസാനിനി സ്വലാഹ്, എല്ലാ ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നിസ്കാരമുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ ഓരോ വുദൂഇന് ശേഷവും നിസ്കാരമുണ്ട്. പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരമുണ്ട്. ജുമുഅക്ക് ശേഷം 4 റക്അത്തുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുകുമുൽ ജുമുഅത ഫലിയുസല്ലി ബഅദഹാ 4. ആരാണോ ജുമുഅ നിസ്കരിച്ചത് അവൻ അതിനു ശേഷം 4 റക്അത്ത് നിസ്കരിക്കട്ടെ. ഇത്തരത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക. പിന്നീട് സഹോദരങ്ങളെ, സുജൂദുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലുള്ള സുജൂദുകളുണ്ട്, ശുക്രിന്റെ സുജൂദുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന് വല്ല സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളും വാർത്തകളും വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സുജൂദിലേക്ക് വീഴുമായിരുന്നു. അമ്പിയാക്കളുടെ ചര്യയാണത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും അദ്ദേഹം ശുക്രിന്റെ സുജൂദ് നിർവഹിച്ചിരുന്നു എന്ന് സൂറത്ത് സ്വാദിന്റെ തഫ്സീറിൽ കാണാം. നമ്മുടെ ജീവിതത്തിലേക്ക് വല്ല നന്മകളും വന്നാൽ, വല്ല ബാധിക്കേണ്ടിയിരുന്ന പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചാൽ അള്ളാഹുവിന് വേണ്ടി ശുക്രിന്റെ സുജൂദ് നിർവഹിക്കുക. അതുപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദും. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം സുന്നത്തായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാരമായ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിപ്പിക്കുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا مزيدا.